തെറിത്താത്താന്ന് പേരിട്ടാണ് എനിക്ക് സല്യൂട്ട് കൊടുക്കണം. കാരണം അവള് മുന്നേ വേറെ എന്തോ പേരിട്ടുണ്ട്. മറക്കില്ല, ഒരിക്കലും മറക്കില്ല. നീ എനിക്കിട്ട് തന്ന പണിക്ക് നീ എന്റെ കുടുംബത്തിൽ കയറിയിട്ടാണ് കളിക്കണ്ട കൈസേ. നീ എന്റെ വീട്ടിൽ കാണുന്നുണ്ടാവുമല്ലോ. നീ കാസർഗോഡല്ല, കണ്ണൂരല്ല, നീ ഇട്ടിട്ടുണ്ട് പഠിച്ചോ. എന്നിട്ട് അവള് തെമ്പടങ്ങിയിട്ടില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഷാജിദ ഷാജി തന്നെയാണ് കേട്ടോ. എല്ലാവരും കണ്ട കാര്യമായിരിക്കും. ഷാജിദ ഷാജി നമ്മുടെ സഫീന ബിവി എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ വളരെയധികം, അതായത് അവരെ നമ്മൾ ഇപ്പം എന്തൊക്കെ പറയാം, എന്തൊക്കെ പറഞ്ഞൂടാ എന്ന് ഒരിക്കലും ഈ ഷാജിദയ്ക്ക് അറിയില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. കാര്യം അവരുടെ ശാരീരിക അസ്വസ്ഥതകളെ എടുത്ത്, അതായത് ശാരീരിക ബുദ്ധിമുട്ടുകളെ എടുത്ത് തെറ്റായ രീതിയിൽ ആണ് ഉപയോഗിക്കുന്നത് ഷാജിദ. അതുപോലെയാണല്ലോ അന്ന് മുത്തുവിന്റെ അച്ഛൻ മരിച്ചു കിടന്ന സമയത്ത് പാട്ട് പാടിയത്. അതാണ്, എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ഷാജിദ. ഇക്കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മള് നേരിട്ട് നല്ല രീതിയിലുള്ള വെല്ലുവിളികളൊക്കെ ഓക്കെ, സോഷ്യൽ മീഡിയ ആണ്, എല്ലാവർക്കും എല്ലാവരും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടക്കേടുകളൊക്കെ ഉണ്ടാവും. അതിന് കുറച്ച് വെല്ലുവിളികളൊക്കെ നല്ല കാര്യങ്ങളാണ്. അതൊന്നും അത്ര തെറ്റായിട്ടുള്ള കാര്യങ്ങളാണെന്ന് അറിയത്തില്ല. ആരോഗ്യപരമായ വെല്ലുവിളികൾ വലിയ ദോഷമുള്ള കാര്യമല്ല. പക്ഷേ ഇവിടെ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ, ശാരീരിക അസ്വസ്ഥതകളെ അവരെ തെറിത്താത്താന്നൊക്കെ വിളിക്കാം. ഈ പറയുന്ന ഷാജിദ തെറിയൊന്നും പറയാറില്ലേ? ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. അതിന് മുന്നായിട്ട് എനിക്ക് പറയാനുള്ള അഡ്വൈസ് ആണ് കേട്ടോ. നമുക്ക് ഈ ഫിസിക്കലി ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് ഉണ്ടാവാം. ഈ ശരീരത്തെ താഴോട്ട് അനങ്ങുന്നില്ല, തളർന്നു കിടക്കുന്നു, ബെഡിലാണ് എല്ലാം സാധിക്കുന്നത് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഷാജിദയോടുള്ള ഒരു ദേഷ്യത്തിന്റെ അളവ് കൂടുകയാണ്. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. നിനക്ക് ഹസ്ബൻഡ് ഇല്ലാതെ 5 മക്കളെ നീ വളർത്തിയെടുക്കുന്ന ഒരു അമ്മയല്ലേ, ഒരിക്കലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ശരിയല്ല ഷാജിദ. അതുപോലെ തന്നെ ഒരു മരിച്ച വീട്ടിൽ പോയി ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, അതൊക്കെ എന്തർത്ഥത്തിലാണ് സത്യമാവുന്നത്? നീ അള്ളാഹുവിനെ എപ്പോഴും വീഡിയോ തുടങ്ങുമ്പം ഞങ്ങൾ സന്തോഷമായിരിക്കുന്നു, എൻ്റെ മക്കൾ സന്തോഷമായിട്ടിരിക്കുന്നു, അള്ളാഹുവിനെ വിളിക്കുന്നു, എല്ലാം നല്ല കാര്യം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പിന്നെ തുടങ്ങി വാഗുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയാൻ എങ്ങനെ തോന്നുന്നു? ഈ പറയുന്ന ആർക്കും എന്തും എപ്പോഴും എഴുന്നേൽക്കുന്ന ഒരു ദിവസം പിറ്റേ ദിവസം നമ്മൾക്ക് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. ഈ നടന്നു പോകുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ആ സമയത്തായിരിക്കും നമ്മൾ കുഴഞ്ഞു വീണ് തരുന്നത്. അതുപോലെ ഉറക്കത്തിൽ കിടക്കുന്ന ആൾ നാളെ കണ്ണു തുറക്കുന്നു എന്ന് പോലും അറിയില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ച് സംസാരിക്കുന്നത്? എന്തായാലും ഷാജിദ സഫീന ബീബിയെ കുറിച്ച് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. പക്ഷെ അത് ഭയങ്കരമായിട്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഷാജിദ. അത് ഒരു വട്ടം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്കതൊന്ന് പ്ലേ ചെയ്യാം. എന്നിട്ട് അവള് തെമ്പടങ്ങിയിട്ടില്ല. അരയ്ക്കുന്ന കീഴ്പിട്ട് അവളെ തളർത്തിയിട്ട് കിടക്കപ്പായിൽ കിടന്ന് മൂത്രമൊഴിക്കലും ബാക്കിയുള്ളതും നടത്തുന്ന അവള് ഇത്ര ഇവിടെ നിങ്ങളുടെ മാത്രം അവൾക്ക് പൊന്തുള്ളൂ. ഇവിടെ നിങ്ങളുടെ അവളുടെ ഒടിഞ്ഞു കിടക്കാണ്. എന്നിട്ട് അവളുടെ തെമ്പ് എന്താണെന്ന് അറിയോ? എന്നിട്ട് അവള് തെറി വിളിക്കണ എന്താ അറിയോ? അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് കോഴത്തികളും ഉണ്ട്. അത് രസിച്ച് കേൾക്കാൻ കുറച്ച് കോഴത്തികള്. എന്തിനുടി നിങ്ങളൊക്കെ പറയുന്നത്? അപ്പൊ നിങ്ങൾ എത്ര വലിയ ചെറ്റകളാണെന്ന്. അതിലും വലിയ ചെറ്റകൾ, അവളെക്കാട്ടി വലിയ ചെറ്റകളാണ് അതിൽ കമന്റ് അയ്യോ തെറുത്താത്താന്ന് വിളിച്ചിട്ട് പോണം നിങ്ങൾ. അതുപോലെ തന്നെ ഇവർക്ക് തെറുത്താത്താന്ന് പേരിട്ട ജിനിച്ചേട്ടനോ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ചേട്ടാന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, ബഹുമാനം കൊടുക്കുന്നുണ്ടല്ലോ. ആ ഒരു ഭാഗം കൂടി ഉണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. സത്യം പറഞ്ഞുണ്ടല്ലോ, നമുക്ക് ഇത് എങ്ങനെ റിയാക്ട് ചെയ്യണം? ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നതാണ് ഓരോരുത്തർ പറയുന്നത് കേട്ടോ. പക്ഷേ ഇതൊക്കെ ഇങ്ങനൊന്നും അല്ല ഷാജിദയോട് പ്രതികരിക്കേണ്ടത്, ഇങ്ങനൊന്നും അല്ല. കാര്യം ഒട്ടും ഇനി അങ്ങോട്ടുണ്ട്. നമ്മുടെ കൈസിനെ കുറിച്ച്, ഇറ്റ്സ് മീ കൈസ് എന്ന് പറഞ്ഞിട്ട് ചാനലില് കൈസിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഷാജിദ, ഞാൻ പറഞ്ഞില്ല, ആരോഗ്യപരമായ വെല്ലുവിളികളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങളല്ല. അതായത് ഇപ്പൊ കൈസ് ഷാജിദ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എനിക്ക് തോന്നുന്നില്ല. ഷാജിദ ഒരുപാട് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. പിന്നീട് ഷാജിദയുടെ തെറ്റായ രീതികൾ കണ്ടിട്ടാണ് ഷാജിദയ്ക്കെതിരെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത്. എന്തായാലും കൈസിനെ കുറിച്ചും കൈസിന്റെ ഫാമിലി വൈഫിനെ കുറിച്ചും അതുപോലെ തന്നെ ഉമ്മായെ കുറിച്ചും ഒക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല കേട്ടോ. എന്തായാലും നമ്മുടെ ഷഫീന ബീവിക്ക് തെറിത്താത്താന്ന് പേരിട്ടത് ജിനിച്ചേട്ടനാണെന്ന് പറയുന്നൊരു കണ്ടിട്ട് വരാം. അവൾക്ക് തെറിത്താത്താന്ന് പേരിട്ടാണ് എനിക്ക് സല്യൂട്ട് കൊടുക്കണം. കാരണം അവൾക്ക് മുന്നേ വേറെ എന്തോ പേരിട്ടുണ്ട്. തെറിത്താത്താന്ന് ആരാ? ജിനിച്ചേട്ടനാണ് ഇട്ട് തോന്നുന്നു തെറിത്താത്താന്ന്. അതിന്റെ മുന്നേ വേറെ എന്തോ ഒരു പേര്. എന്തായാലും ഷാജിദയ്ക്ക് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. കാര്യം ഒന്നെങ്കിൽ ഷാജിദ ഈ ഒരു ഇതിലങ്ങ് ആസ്വദിച്ചു പോയി. ഇങ്ങനെ മറ്റുള്ളവർ ഇങ്ങനെ പറഞ്ഞ് കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കരമാണ്. അതുപോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന, അതായത് കൈസിനെ കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്, ഡാഷ് തിന്നുന്നായിരുന്നു. ഇപ്പം ഷാജിദ എന്താണ് ചെയ്യുന്നത്? ഷാജിദ റിയാക്ട് ചെയ്യുകയല്ലേ, ഷാജിദ പറഞ്ഞതിനെതിരെ റിയാക്ട് ചെയ്യുകയല്ലേ. അപ്പൊ ഷാജിദ അത് കഴിക്കുന്ന വ്യക്തിയാണോ? അങ്ങനൊന്നും ഒരിക്കലും പറയരുത്. അതുപോലെ തന്നെ കൈസിനൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങളൊന്ന് കേട്ട് നോക്കുക. അതിനുശേഷം
നമുക്ക് സംസാരിക്കാം. കൈസേ, നീ എന്റെ വീട്ടിൽ കാണുന്നുണ്ടാവുമല്ലോ. നീ കാസർഗോഡല്ല, കണ്ണൂരല്ല, നീ ഈ ഭൂലോകത്ത് എവിടെയാണെങ്കിലും നിന്നെ പൊക്കാനുള്ള പൂട്ടാനുള്ള വഴിയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. നീ എന്റെ കുടുംബത്തിൽ കയറി കളിക്കണ? നിന്റെ കുടുംബത്തിൽ ഞാൻ കയറി കളിക്കാടാ. നിനക്കും ഉണ്ടല്ലോ അമ്മയും പെങ്ങന്മാരും ബാക്കിയുള്ളതും മറിച്ചവരും കല്യാണം കഴിഞ്ഞ് പുതുക്കാണ്, പുതുദമ്പതികളാണ്. പുതുദമ്പതികൾക്കുള്ളതൊക്കെ നമുക്ക് കൊടുക്കണ്ടേ? നീ വിചാരിച്ചു ഞാൻ അങ്ങോട്ട് അതാ എന്റെ വീഡിയോ അങ്ങോട്ട് കഴിഞ്ഞു പറഞ്ഞ നീ ഇതിനെ നാളെ വേറെ കണ്ടന്റ് ആക്കിട്ട് വരും. നീ തീട്ടം നീ ആയതുകൊണ്ട് നീ ഇത് വേറെ കണ്ടന്റ് ആക്കി. കാരണം നിനക്ക് ഷാജി പറയുമ്പോഴേക്ക് 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം നിന്റെ അക്കൗണ്ടിൽ ഡോളർ ഇങ്ങനെ വന്നോണ്ടിരിക്കാണ്. ഡോളറിന്റെ പൈസ നിന്റെ അക്കൗണ്ടിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നീ ഞങ്ങളെ പല തരത്തിലും പറഞ്ഞു. പക്ഷേ നിന്നെ ഒതുക്കാനുള്ള വഴി ഞാൻ ഒതുക്കി വച്ചിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളും എന്റെ കയ്യിൽ എത്തട്ടെ, മുഴുവനായിട്ട് ഇങ്ങോട്ട് എത്തട്ടെ പറഞ്ഞിട്ട് ഷാജി വെയിറ്റിംഗിലാണ്. അതുപോലെ തന്നെ ഈ സഫീന ബീവിയെ തെറുത്താത്താന്ന് വിളിക്കുന്നില്ലേ, ഈ ഷാജിദ ലൈവിൽ വന്നിരുന്ന് തെറി വിളിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഉണ്ട്. നിങ്ങൾ അതുകൂടെ ഒന്ന് കാണണം കേട്ടോ. ഞാൻ അത് മ്യൂട്ട് ചെയ്യണോ അത് പ്ലേ ചെയ്യണോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാര്യം ഈ വീഡിയോസ് കാണുന്ന മറ്റുള്ളവർ കാണും, അവർ നമ്മളെക്കുറിച്ച് എങ്ങനെ വിചാരിക്കും എന്നൊക്കെയാണ് എൻ്റെ ചിന്ത. എന്തായാലും നിങ്ങൾ ഈ ഷാജിദ ലൈവിൽ വിളിക്കുന്ന ആ തെറി നിങ്ങളൊന്ന് കേട്ട് നോക്കുക. ഒരു വട്ടം ഞാൻ പ്ലേ ചെയ്യാം, പക്ഷേ പിന്നെ അത് പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം ചെയ്യാം, അത്രമാത്രം ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾക്ക് ഒരു എളുപ്പമില്ല. അതിൽ ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറഞ്ഞാൽ സ്വന്തം കുഞ്ഞു മക്കൾ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം കുഞ്ഞു മക്കളുടെ മുമ്പിൽ വെച്ച് ഇത്തരത്തിൽ വൃത്തികെട്ട രീതിയിൽ വർത്തമാനം പറയാൻ എനിക്ക് എങ്ങനെ തോന്നി? ഈ മക്കൾ നാളെ, അതായത് ഈ കൈസിനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ബെഡ്റൂമിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതായത് വൈഫുമായിട്ട് കിടക്കുന്ന അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ മക്കൾ കണ്ടോണ്ടിരിക്കും. അപ്പൊ അവരെ വിചാരം എന്താ, ഇതൊന്നും തെറ്റല്ല, ഇങ്ങനെ പരസ്യമായിട്ട് പറയുന്ന കാര്യങ്ങളാണെന്ന് ആ കുഞ്ഞു മക്കളുടെ മനസ്സിൽ ഇപ്പോൾ ഉറയ്ക്കും. അത് നീ എന്നാണ് മനസ്സിലാക്കുന്നത്? നിനക്ക് 5 ആൺമക്കളാണ്. ഈ മക്കൾ നിനക്ക് നല്ല രീതിയിൽ നീ ആ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആരെയും ഇങ്ങനെ ഉപദ്രവിക്കാതെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്ന് നിന്റെ ചാനലിലോട്ട് മുന്നോട്ട് പോയാൽ നിനക്ക് നല്ലപോലെ ഭാവിയിൽ ജീവിക്കാം. പക്ഷേ നീ നിന്റെ മക്കളെ ഇങ്ങനെ കാണിച്ച് വളർത്തുകയാണെങ്കിൽ നിനക്ക് തന്നെ അത് ഭാവിയിൽ ദോഷമായിട്ട് വരും. എന്തായാലും ഈ ഷാജിദയുടെ തെറി നിങ്ങളൊന്ന് കേട്ട് നോക്ക്. അവരോട് സംസാരിക്കുമ്പോൾ ഈ ഷർഫലി എന്ന് പറയുന്ന ആള് ഞാൻ മരിച്ച ടൈമിൽ അത്രയും ടെൻഷൻ ആയിരിക്കുന്ന ടൈമിൽ വന്നൊരു വ്യക്തിയാണ്. അവൻ അത്ര എന്നെ കെയറിങ്, കാര്യങ്ങൾ സംസാരിക്കല്, എന്ത് കാര്യം വിളിച്ചു ചോദിക്കല്, പൈസ ഇല്ലെങ്കിൽ അയച്ചു തരല്, ഇങ്ങനെ. ഞാൻ യൂട്യൂബിൽ ഒന്നൊന്നല്ല, എനിക്ക് യൂട്യൂബിൽ ഏണോ വേറുള്ളതോ സബ്സ്ക്രൈബറോ കൂടുതലേ ആയിട്ടില്ല. അവർക്ക് ഞാൻ യൂട്യൂബുകാരിയെന്ന് തന്നെ അറിയില്ല. പക്ഷെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടുന്നതും ബാക്കിയുള്ളതും എനിക്കറിയാം. എന്നിട്ട് ഓൻ മരിച്ചത് അറിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഓൻ മരിച്ചത് അറിയണത്. അന്നതിന് ശേഷം ഞാൻ ഒരു സംഭവം എന്താ പറയാ, കറണ്ട് വീണ്ടും പോയിട്ടാ, എന്താ പറയാ, എന്തോ ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറി കണ്ടിട്ടാണ് അവൻ എന്നോട് ചോദിച്ചത് എന്താടി പറ്റിയത്, എന്ത് പറ്റിന്ന് ചോദിച്ചിട്ട് അവൻ എനിക്ക് മെസ്സേജ് അയച്ചു. എടി ഫിദ മൈരെ, ഞാൻ തള്ളേനടി മൈരെ, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞടി ചെറുപ്പക്കാരിയാണ്, 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള മൈരെ. ഞാൻ പറഞ്ഞടി 5 മക്കളുടെ ഉമ്മേടി ഞാന്, 5 മക്കളുടെ തള്ളേടി ഞാന്. നിന്നോട് പറഞ്ഞടി മൈരെ ഫിദ, നിന്നോട് ഞാൻ പറഞ്ഞടി നിന്റെ ഉമ്മ തള്ള, നീ തള്ള, നിന്റെ ബാക്കി എല്ലാരും തള്ളച്ചികളും അവരുടെ പോയി വിളിക്കടി. ഞാൻ തള്ളയാണെങ്കിൽ നിനക്കെന്താടി നഷ്ടം? എന്റെ എവിടെയാണ് തള്ളിയിരിക്കുന്നത് മൂദേവി? നീ ആരടി എന്നെ തള്ളച്ചി വിളിക്കാനേ ഫിദ മൈരെ? കൈസിന്റെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ ഷാജിദയുടെ വീഡിയോ ഇട്ടാൽ നിനക്ക് ലക്ഷങ്ങൾ, 1 ലക്ഷം 2 ലക്ഷം വ്യൂസും അതുപോലെ ഡോളറും ഒക്കെ നിനക്ക് ഇങ്ങനെ കയറിക്കൊണ്ട് വരുമെന്ന്. കൈസ് നല്ല വ്യൂവേഴ്സ് ഉള്ള ഒരു ചാനലാണ്, ഒരുപാട് നല്ല സബ്സ്ക്രൈബർ കൗണ്ട് ഉള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ കൈസിന് ഇപ്പോൾ ഷാജിദയുടെ വീഡിയോ ഇടണമെന്നില്ല, ഏത് വീഡിയോ ഇട്ടാലും അത്യാവശ്യം നല്ല വ്യൂവേഴ്സും കിട്ടും, നല്ല ഡോളറും കിട്ടും, നല്ല പേയ്മെന്റും കിട്ടും. പിന്നെ വളരെ മാന്യമായ രീതിയിലാണ് കൈസ് റിയാക്ട് ചെയ്യുന്നത്, അല്ലാതെ തെറി വിളിക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല വ്യൂവേഴ്സും ഉണ്ട്, നല്ല ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫോളോവേഴ്സും ഉണ്ട് കൈസിന്. പിന്നെ ഷാജിദ ഇടണമെന്നൊന്നും ആവശ്യമില്ല. ഷാജിദയാണ് ഇപ്പൊ കൈസിനെ കൊണ്ട് കൈസിന്റെ പേരിട്ട് അതായത് കൈസിനെ കുറിച്ച് ഇങ്ങനെ വിമർശിക്കും, ആളുകൾ വരും, വീണ്ടും റിയാക്ട് ചെയ്യും, അങ്ങനെ ഷാജിദ വീഡിയോ കാണും, അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരും. അപ്പൊ അതിന് നിന്ന് പേയ്മെന്റ് ഉണ്ടാക്കുന്നത് ഷാജിദ തന്നെയാണ് ഇപ്പൊ. അപ്പൊ എന്തായാലും ഈ കൈസ് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞാലും കൈസ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്ന്. കാര്യം വെച്ചാൽ വീട്ടിലിരിക്കുന്ന ഉമ്മായെ കുറിച്ചൊക്കെ പറഞ്ഞ കാര്യം കേൾക്കണം. അതായത് അത് കേട്ട് നോക്കുക നിങ്ങൾ, എന്നിട്ട് നമുക്ക് പറയാം. വെച്ചിട്ട് സ്വന്തം കണ്ടന്റ് ഇവനിക്കില്ല, ഇവനിക്ക് സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഇല്ല. അതിന് ഞാൻ നിനക്ക് പറഞ്ഞുതരാണ് വഴി. നിന്റെ കെട്ടിയോളില്ലേ, നിന്റെ കെട്ടിയോളില് കൂടെ കിടക്കണത് നീ വീഡിയോ ആയിട്ട് അങ്ങോട്ട് ഇട്ടുക, അടിപൊളി റീച്ച് ആയിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്. നിന്റെ കെട്ടിയോളെ കൂടെ നീ കിടക്കണില്ലേ, ഡെയിലി കിടക്കണ്ടോ അതോ ആഴ്ചയിൽ പോയി കിടക്കണ്ടോ മാസത്തിൽ പോയി കിടക്കണ്ടോ എന്ന് എനിക്കറിയില്ല. ആ കിടക്കണ വീഡിയോ നീ കണ്ട് ലൈവായിട്ട് ഇടുക, അല്ലെങ്കിൽ നീ വീഡിയോ എടുത്ത് വെക്കുക, റെക്കോർഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് പിറ്റേ ദിവസം നീ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിനക്ക് 1 മില്യൺ 2 മില്യൺ നല്ല മില്യൺ കണക്കിന് കയറും. എന്നിട്ട് നീ കാശ് ഉണ്ടാക്കിയിട്ട് തിന്നറായി.
അല്ലെ നിന്റെ ഉമ്മാനെ നിന്റെ കെട്ടിയോളിനെ ആരുടെങ്കിലും വെച്ച് ചെയ്താൽ മതി. നല്ല പൈസ ഉണ്ടാക്കാം നിനക്ക്. ഇപ്പൊ ഷാജിദയ്ക്ക് ഷാജിദയുടെ ഉമ്മയുണ്ട് കേട്ടോ. എന്റെ ഉമ്മ, എന്റെ സഹോദരങ്ങൾ, എന്റെ വീട്ടുകാര്, എന്റേത് മറക്കില്ല, ഒരിക്കലും മറക്കില്ല. നീ എനിക്കിട്ട് തന്ന പണിക്ക് നീ എന്റെ കുടുംബത്തിൽ കയറിയിട്ടാണ് കളിച്ചത്. എന്റെ ഉമ്മ, എന്റെ ഉമ്മ, എന്റെ അനിയത്തിമാര്, എന്റെ സഹോദരങ്ങള്, അത് ഞങ്ങൾ കുടുംബക്കാര് തമ്മിൽ പല പ്രശ്നമുണ്ടാവും. പലതും ഞാൻ പറയും, പല വീഡിയോസ് ഞാൻ ഇടും. നീ ആരാ അതിൽ കയറി കളിക്കാന്? നീ ആരാടാ അതിൽ കയറി കളിക്കാന്? നിനക്കുള്ള പണി ഞാൻ തരും. നീ എന്റെ കുടുംബത്തിലേന്നല്ല, നീ എല്ലാ പെൺകുട്ടികളുടെ കുടുംബത്തിലും കയറി കളിക്കണ്ടേ. എല്ലാ കുടുംബത്തിലും നീ വലിച്ചു വാരി കീറി ഒട്ടിക്കണ്ടേ. കുറച്ച് നാൾക്ക് മുമ്പ് ഈ ഉമ്മ എനിക്ക് വേണ്ട ആരെങ്കിലും വേണമെങ്കിൽ എടുത്തോണ്ടോ പറഞ്ഞവളാ. അതുപോലെ തന്നെ ഈ കൈസിന്റെ ഉമ്മയെ കുറിച്ചും വൈഫിനെ കുറിച്ചൊക്കെ പറഞ്ഞ കാര്യം വെക്കുമ്പം അവളുടെ ഉമ്മയുടെ പറയാൻ പാടില്ലാത്ത ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വരെ വീഡിയോ എടുത്ത് പുറത്ത് കാണിക്കുന്ന ഇവൾക്ക് ആരുടെ ഉമ്മ ആയാലും എന്താണ്? നീ ഒരു അമ്മയല്ലേ, 5 മക്കളുടെ ഉമ്മ അല്ലേ? അപ്പൊ നിന്റെ ഉമ്മ എങ്ങനെയാണെന്നും ഈ കൈസിന്റെ ഉമ്മയല്ലേ, ഏത് ആരുടെ അമ്മമാർക്ക് ഒരു വില കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ആരോഗ്യപരമായിട്ട് വെല്ലുവിളിക്കുക. ഇപ്പം ആരെ വേണമെങ്കിലും ഇപ്പൊ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, നീ അങ്ങനല്ലേ എന്ന് ചോദിക്കുന്നതൊക്കെ കാര്യമില്ല. അതുപോലെ തന്നെ എന്ത് പറഞ്ഞാലും പറയും, ഞാൻ അവന്റെ കാരണം അടിച്ചു പൊടിക്കും. ഞാൻ എന്തോ ഒരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഈ കാരണം അടിച്ചു പൊടിക്കാനായിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ അവരുടെ കൈയൊക്കെ ഒന്ന് മാങ്ങ പറിക്കാൻ പോവോ? അതുപോലെ തന്നെ നിന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, എല്ലാ വിവരങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സഫീന ബീവിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, കൈസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. എന്നാൽ പിന്നെ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി ആയിട്ട് അങ്ങ് നോക്കി ഒരുപാട് തെളിയാത്ത കേസുകളുണ്ട്, എല്ലാം ഒന്ന് തെളിയിച്ച് കാണിക്കും. എന്താണ് ഇത് പറയേണ്ടത്? സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ, ഏത് രീതിയിൽ പറയണമെന്നറിയില്ല, അത്രമാത്രം ദേഷ്യവും ഒരു വിഷമവും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ അവര് ഇപ്പം ഈ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബ് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും ഏതെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിനെതിരായ നമുക്ക് വരാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം, നമ്മുടെ അഭിപ്രായമാണ് നമ്മളിവിടെ പറയുന്നത്, അല്ല ആരെയും നമ്മളിവിടെ വേദനിപ്പിക്കുന്നത്. നിങ്ങൾ കാണിക്കുന്ന കാര്യങ്ങൾ അതുപോലെ എടുത്ത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ തിരിച്ച് റിയാക്ട് ചെയ്യുക, അതുപോലെ നിങ്ങൾ മറുപടി കൊടുക്കുക. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തിട്ട് അവരെ അങ്ങനെ ചെയ്ത് അവരുടെ ഫാമിലിയൊക്കെ എന്തിനേക്ക് വലിച്ചടിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ പ്രതികരിച്ച് ഷാജിദ പറയല്ലോ, നീ എവിടെയായാലും ഞാൻ നിന്നെ അവിടത്തെ നിന്റെ മകൾ ഞാൻ കണ്ടുപിടിച്ച് അവിടെ വരും. സത്യം പറഞ്ഞാൽ തിരിച്ചൊരു ദിവസം എല്ലാവരും കൂടെ അങ്ങോട്ടങ്ങ് വരും, അപ്പോഴത്തേക്ക് ഈ പ്രശ്നം അങ്ങ് തീരും. സ്ത്രീകൾക്ക് അനുകൂലമാണ് നിയമം എന്ന് കരുതിയിട്ട് എല്ലാം ഒന്നും തെളിവുകളൊക്കെ വേണം. ഇങ്ങനെയൊക്കെ സൈബറിൽ പറഞ്ഞാൽ ഇത് കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഷാജിദ എന്ത് പറയും? സ്വന്തം കുഞ്ഞു മക്കളുടെ മുമ്പിൽ വെച്ചിട്ടാണ് കൈസും വൈഫുമായിട്ട് കിടക്കുന്ന പക്ഷെ സത്യം പറഞ്ഞാൽ പറയാൻ പറ്റുന്നില്ല ആ രീതിയിലൊക്കെ പറയുന്നത്. നിനക്ക് മക്കളില്ലേ? അവരുടെ മുമ്പിൽ വെച്ച് ഈ ഒരു രീതിയിൽ എങ്ങനെ പറയുന്നു? ഭാവിയിൽ നിന്നെ കുറിച്ച്, അതായത് മീൻസ് ഇപ്പൊ നിന്നെ കുറിച്ച് പറയാത്ത കാര്യങ്ങളൊന്നും അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നിന്റെ മക്കള് ഇങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ നിന്റെ മക്കളുടെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെ നിന്റെ ഉമ്മ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മക്കൾക്ക് എങ്ങനെ തോന്നുന്നു നീ ചിന്തിച്ചിട്ടുണ്ടോ? അതിപ്പോ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഒഴിവാക്കുക, പറയേണ്ടത് അവരെ പറയുക, അവിടെ വെച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുക. അല്ലാതെ ഇങ്ങനെ ഫാമിലിയെ വലിച്ചു കീറുന്നത് ഭയങ്കര ഒരു മോശമായിട്ടുള്ള കാര്യമാണ്. ഷാജിദ ഇനിയെങ്കിലും ഒന്ന് നന്നാവാൻ ശ്രമിക്കൂ ഷാജിദ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.